Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇമിഗ്രേഷൻ കുറയ്ക്കാൻ പദ്ധതി പ്രഖ്യാപിച്ച കീർ സ്റ്റാർമർ. ടോറുകളെ വീഴ്ത്താനായുള്ള പൂഴിക്കടകൻ. വിദേശ റിക്രൂട്ട്മെന്റും ഇമിഗ്രേഷനും ബന്ധിപ്പിക്കുമെന്നും ഇമിഗ്രേഷൻ കുറയ്ക്കാൻ പദ്ധതി കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ച് ലേബർ നേതാവ് കീർ സ്റ്റാർമർ. ടോറുകളെ വീഴ്ത്താനായുള്ള പൂഴിക്കടകൻ കുടിയേറ്റക്കാർക്ക് വെല്ലുവിളിയാണ്. ലേബറിന്റെ വരവ് ഇമിഗ്രേഷൻ നിയന്ത്രണം കടുപ്പിക്കുമെന്ന സ്ഥിതിയുമാണ്. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള പദ്ധതികളാണ് ലേബർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ എണ്ണം കുറയ്ക്കുമെന്ന് തുടർച്ചയായി വാഗ്ദാനം ചെയ്ത് കൺസർവേറ്റീവുകൾ ഈ വാഗ്ദാനം ലംഘിക്കുകയാണ് ചെയ്തതെന്ന് കീർ സ്റ്റാർമർ കുറ്റപ്പെടുത്തി. കൺസർവേറ്റീവ് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് ലേബർ പാർട്ടി ഈ നീക്കം ശക്തമാക്കുന്നത്. സുനാക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എത്തിയ നെറ്റ് മൈഗ്രേഷൻ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം UK കണക്കുകൾ 6,80,500 എത്തിയെന്നാണ് വ്യക്തമായത്. 2022 റെക്കോർഡിട്ട 7,64,000 വരെ ഉയർന്ന ശേഷമാണ് ഈ തിരിച്ചിറക്കം. അവസാനവട്ടം തെരഞ്ഞെടുപ്പ് നടന്ന 2019 കണക്കുകളുടെ 3 ഇരട്ടിയാണ് 2023 നെറ്റ് മൈഗ്രേഷൻ. 2012 നെറ്റ് മൈഗ്രേഷൻ കേവലം 2 ലക്ഷത്തിൽ താഴെയായിരുന്നു. മൈഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്ന ബിസിനസ്സുകളെ വിലക്കാനാണ് തന്റെ ഗവൺമെന്റ് തയ്യാറാകുകയെന്ന് കീർ സ്റ്റാർമർ വ്യക്തമാക്കി. ഹാക്നി വെടിവയ്പ്പിന് ഇരയായ മലയാളി ബാലികയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. UK മലയാളി സമൂഹത്തിന്റെയും ബന്ധുക്കളുടെയും പ്രാർത്ഥനകൾക്ക് പ്രതീക്ഷയേകി ഹാക്നി വെടിവയ്പ്പിന് ഇരയായ മലയാളി പെൺകുട്ടി ലിസൽ മരിയയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അതീവ ഗുരുതരാവസ്ഥ നേരിടുന്ന കുട്ടി പിതാവിന്റെ കരങ്ങളിൽ അമർത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മാതാപിതാക്കളുടെ ശബ്ദത്തോട് മകൾ പ്രതികരിക്കുന്നതായും പിതാവിന്റെ കരങ്ങളിൽ അമർത്തുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് പ്രതീക്ഷയായി മാറുന്നത്. അവൾ വെന്റിലേറ്ററിലാണ്. എന്നിരുന്നാലും ചില പ്രതികരണങ്ങൾ ഉണ്ടെന്നത് നല്ല സൂചനയാണ്. അമ്മയും അച്ഛനും എന്തെങ്കിലും പറയുമ്പോൾ അവൾ പ്രതികരിക്കുന്നുമുണ്ട്. വിരൽ അനക്കം പോലുള്ള പ്രതികരണങ്ങൾ ഒരു കുടുംബ സുഹൃത്ത് റിപ്പോർട്ട് ചെയ്തതാണിത്. വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തി ബുള്ളറ്റ് പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടർമാർ. എന്നാൽ ഇതിന് കുറച്ച് ദിവസം കൂടി വേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എല്ലാം ശരിയാകുമെന്ന് ഡോക്ടർമാരും ഇപ്പോൾ ശുഭപ്രതീക്ഷ നൽകുന്നതായി സുഹൃത്ത് കൂട്ടിച്ചേർത്തു. വെടിവയ്പിൽ പരിക്കേറ്റ് മറ്റു 3 പേരായിരുന്നു അക്രമിയുടെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. വെടിനിർത്ത അക്രമിയെ ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇടനാഴി പരിചരണത്തിനെതിരെ മുന്നറിയിപ്പുമായി നഴ്സിംഗ് യൂണിയൻ. ആശുപത്രി ഇടനാഴികളിൽ രോഗികളെ പരിചരിക്കുന്നത് സാധാരണ സംഭവമായതോടെ മുന്നറിയിപ്പുമായി നഴ്സിംഗ് യൂണിയൻ. സുരക്ഷിതമല്ലാത്തതും രോഗികൾക്ക് അസ്വീകാര്യവും ആയിരുന്നിട്ടും ഇത് തുടരുകയാണെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ന് ആരംഭിക്കുന്ന വാർഷിക കോൺഫറൻസിൽ ഇടനാഴി പരിചരണം രോഗികളുടെ സുരക്ഷയ്ക്കായുള്ള ദേശീയ അടിയന്തരാവസ്ഥ ആണെന്ന് RCN ബോസ് പ്രൊഫസർ നിക്കോള റേഞ്ചർ വ്യക്തമാക്കും. 2010 മുതൽ NHS ബഡ്ജറ്റ് 3-1 വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും A&Eയിലെ സമ്മർദ്ദം ലഘൂകരിക്കാൻ കൂടുതൽ കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ തുറന്നിട്ടുണ്ടെന്നും കൺസർവേറ്റീവ്സ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി 500 സീറ്റുകളിൽ ജയിച്ചു കയറുമെന്ന് പഠനം. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വമ്പൻ വിജയം ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ടോറുകളുടെ അടിവേരിളകുന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം 500-ന് അടുത്ത സീറ്റ് നേടിയാകും ലേബർ വൻ വിജയം നേടുകയെന്ന് പഠനം വ്യക്തമാക്കുന്നു. 10,000-ലേറെ ആളുകളെ ഉൾപ്പെടുത്തി നടത്തിയ ആദ്യ മെഗാ പോളിലാണ് പൊതുജനങ്ങൾ 476 മുതൽ 493 സീറ്റുകൾ വരെ കീർ സ്റ്റാർമറുടെ പാർട്ടിക്ക് സമ്മാനിക്കുമെന്ന് വ്യക്തമാക്കുന്നത്. സുനാക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനങ്ങൾ ജനമനസ്സുകളെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇലക്ട്രൽ കാൽക്കുലസ് നടത്തിയ പഠനമാണ് ഇപ്പോൾ വാർത്താ ചാനലുകളുമായി പങ്കിട്ടിരിക്കുന്നത്. ഈ വിധത്തിൽ പോയാൽ ടോറുകൾ കേവലം 66 മുതൽ 72 വരെ MP-മാരായി ചുരുങ്ങുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ഇത് സത്യമായാൽ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവിയാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് നേരിടേണ്ടി വരിക. കൂടാതെ കീർ സ്റ്റാർമർക്ക് 300-ലേറെ സീറ്റുകളുടെ വൻ ഭൂരിപക്ഷവും കരസ്ഥമാകും. ലോകത്തെ ആദ്യ സിഖ് കോടതി ലണ്ടനിൽ തുറന്നു. സിഖ് സമുദായക്കാർക്ക് മാത്രം. സിഖ് സമുദായത്തിൽപ്പെടുന്നവരുടെ സിവിൽ കുടുംബ വ്യവഹാരങ്ങളായിരിക്കും കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. സിഖ് മതതത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിധി നിർണയം. സിഖ് മതത്തിലെ സാംസ്കാരികവും മതപരവുമായ വൈകാരികതകൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർ മതനിരപേക്ഷ കോടതികളിൽ ഇല്ലാത്തതാണ് ഇത്തരമൊരു കോടതി സ്ഥാപിക്കാൻ ഇടയായതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 30ഓളം മജിസ്ട്രേറ്റുമാരും 15 ജഡ്ജിമാരും അടങ്ങിയതാണ് കോടതി. ഇവരിൽ ഏറിയ പങ്കും സ്ത്രീകളാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ന് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. 2 മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 9:30 എറണാകുളം ഏളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. മന്ത്രി പി രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. പ്രവേശനോത്സവത്തിനായി സ്കൂളുകൾ ഇന്നലെ തന്നെ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു.
വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾ നേരത്തെ തന്നെ വൃത്തിയാക്കിയിരുന്നു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പതിവ് പോലെ വിവിധ കലാപരിപാടികളാണ് എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയിരിക്കുന്നത്. ഈ വർഷം 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. വിവിധ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോകുന്നത്. 10 വർഷത്തിന് ശേഷമുള്ള പാഠപുസ്തക മാറ്റമാണ് പ്രധാനപ്പെട്ടത്. വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച SSLC പരീക്ഷയിലെ മാറ്റവും ഈ വർഷം ഉണ്ടായേക്കും. അതേസമയം എളമക്കരയിൽ നടക്കുന്ന പ്രവേശനോത്സവത്തിൽ രാവിലെ 9-ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 1ാം ക്ലാസ്സിലെ കുട്ടികളെ സ്വീകരിക്കും. തുടർന്ന് പ്രവേശനോത്സവ ഗാനം, ദൃശ്യാവിഷ്കാരം നടക്കും. 390 കോടി പിഴ ചുമത്തി. കിട്ടിയത് വെറും 71.18 കോടി. AI ക്യാമറയ്ക്ക് 1 വയസ്സ്. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സ്ഥാപിച്ച AI ക്യാമറകൾക്ക് 1 വയസ്സ്. ഇതുവരെ പിഴയായി ഖജനാവിലെത്തിയത് 71.18 കോടി രൂപ മാത്രം. 59.58 ലക്ഷം കേസുകളിലായി 390 കോടി രൂപ പിഴയിട്ടെങ്കിലും 5-1 പോലും സർക്കാരിന് കിട്ടിയില്ലെന്നത് ചുരുക്കം. 25 ലക്ഷം കേസുകളാണ് പ്രതീക്ഷിച്ചത്. പിഴ നോട്ടീസ് വിതരണം നിർത്തിയതാണ് വരുമാനത്തെ ബാധിച്ചത്. പിടിക്കപ്പെട്ടതിൽ 25 ലക്ഷം പേർക്ക് മാത്രമാണ് നോട്ടീസ് നൽകിയത്. കരാർ കാലാവധി കഴിഞ്ഞതോടെ നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തി. നോട്ടീസ് നൽകുമ്പോൾ പിഴയുടെ 25% അടയ്ക്കപ്പെടുന്നുണ്ട്. SMS മാത്രമാകുമ്പോൾ 8% പിഴയടയ്ക്കുന്നത് കുറയും. 25 ലക്ഷം പേർ കൂടി നോട്ടീസ് അയച്ചാൽ കുറഞ്ഞത് 70 കോടി രൂപ കൂടി ഖജനാവിലെത്തുമെന്നാണ് നിഗമനം. പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ വർഷം 120 കോടി രൂപ പിഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കെൽട്രോണിന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ പദ്ധതിയിൽ 230 കോടി രൂപയായിരുന്നു ചെലവ്. ഹൃദയം തകർന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന കാരണമുയർത്തി ഇടക്കാല ജാമ്യം സംഘടിപ്പിച്ച അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് വീണ്ടും മടങ്ങി. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഡൽഹിയിലും മോദിക്കെതിരെ പൊതുവിലും പ്രചാരണം നടത്തിയ കെജ്രിവാളിന് 2 ആഘാതങ്ങളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയത്. അതിലൊന്ന് 350 സീറ്റുകളെങ്കിലും നേടി മോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നതാണ്. രണ്ടാമത്തേത് ഡൽഹിയിൽ ആം ആദ്മിക്ക് 1 സീറ്റെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്ന എക്സിറ്റ് പോൾ ഫലമാണ്. ഡൽഹി BJP നേതൃത്വത്തിലുള്ള NDA തൂത്തുവാരുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം. ആകെ 7 ലോക്സഭാ സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. അതിൽ 5 മുതൽ 6 വരെ സീറ്റുകൾ BJP നേടുമെന്ന് എക്സിറ്റ് പോൾ ഫലം പറയുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. T20 ICC ലോകകപ്പ്. ഒമാനെതിരെ ത്രില്ലിംഗ് വിജയം നേടി നമീബിയ. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ നടന്ന ഗ്രൂപ്പ് ബിയിലെ ഏറ്റുമുട്ടലിൽ ഒമാനെതിരെ നമീബിയ ICC ലോകകപ്പിൽ ആദ്യ വിജയം നേടി. ഇരു ടീമുകളും സ്കോർ സമനിലയിലായതിനെ തുടർന്ന് നടന്ന സൂപ്പർ ഓവറിലാണ് വിജയിയെ തീരുമാനിച്ചത്. 10 റൺസിന് ആണ് നമീബിയ ജയം കണ്ടെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 109 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നമീബിയ 6 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുത്തു. ഇതിനെ തുടർന്ന് മത്സരം സൂപ്പർ ഓവറിലേക്ക് നയിക്കപ്പെട്ടു. ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ 21 റൺസ് നേടി. മറുപടിക്ക് ബാറ്റ് ചെയ്യാനിറങ്ങിയ ഒമാന് 10 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ബോളിംഗിൽ 3 വിക്കറ്റ് നേടുകയും അതുപോലെ സൂപ്പർ ഓവറിൽ തകർത്തടിക്കുകയും ചെയ്ത നമീബിയൻ ഓൾറൗണ്ടർ ഡേവിഡ് വീസാണ് മാൻ ഓഫ് ദി മാച്ച്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.81 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.